ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. ഈ പുഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശേഷ ദിവസം ഉണ്ടാക്കുന്ന പുഴുക്കാണ്. വിശേഷാൽ പുഴുക്കാണ്. അപ്പൊ ഈ കാർത്തിക എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലും കാർത്തികയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, വൃശ്ചികത്തിലെ കാർത്തിക, തൃക്കാർത്തിക എന്നാ പറയുന്നത്. ഈ തൃക്കാർത്തിക ഒരു പുഴുക്കുണ്ടാക്കും. പുഴുക്കുണ്ടാക്കുന്ന പറഞ്ഞാൽ നല്ല രുചിയാണ് അന്നുണ്ടാക്കുന്ന ഈ പുഴുക്കിന്. അപ്പൊ ഈ പുഴുക്കിനൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഈ തൃക്കാർത്തിക്കും ഒരു പ്രത്യേകതയുണ്ട്. പണ്ടൊക്കെ ഈ കാർത്തിക ദിവസം വൈകിട്ട് എല്ലാ വീടുകളിലും ദീപം കത്തിക്കും. പക്ഷെ മറ്റുള്ള മാസങ്ങളിലുള്ള കാർത്തിക ഒന്നുമില്ല. അന്നൊക്കെ ഈ വാഴപ്പിണ്ടി രണ്ട് സൈഡിലും വാതുക്കൽ ഇങ്ങനെ കുഴിച്ചു നിർത്തിയിട്ട്, അന്നൊന്നും ഈ മഞ്ചിരാതൊന്നുമില്ല എന്റെ ഒന്നും ചെറുപ്പത്തില്. അപ്പൊ ഈ വാഴപ്പിണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെട്ടി പൊളിച്ചിട്ട് നല്ല വെളുത്തിരിക്കും, നല്ല തൂണ് പോലെ അത് കുഴിച്ചിട്ട് രണ്ടു വശത്ത് ഓരോന്ന്. എന്നിട്ട് അതേൽ ഇങ്ങനെ ഈർക്കിൽ കൊണ്ട്, പച്ച ഈർക്കിൽ കൊണ്ട് ഇങ്ങനെ വളയം ഉണ്ടാക്കി കുത്തി നിർത്തും. എന്നിട്ട് മരോട്ടിക്ക പറിച്ചോണ്ട് വന്നിട്ട്, അന്നൊക്കെ മരോട്ടിക്കൊക്കെ ഇഷ്ടം പോലുള്ള കാര്യം. ഇന്ന് മരോട്ടിക്ക എങ്ങും കാണാനില്ല. ഇവിടെ ഒരു മരോട്ടി നിൽപ്പുണ്ട്, പക്ഷെ ആയില്ല. അപ്പൊ ഈ മരോട്ടിക്കകത്തെ ഈ മരോട്ടിക്ക ചെത്തും പുറം എല്ലാം ചെത്തിയിട്ട് വട്ടം മുറിച്ചിട്ട് അതിനകത്തെ അരിയും കുരുവും എല്ലാം കളഞ്ഞിട്ട് അതിനകത്ത് എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കും. അങ്ങനെ എല്ലാ വീടുകളിലും കാർത്തിക വിളക്ക് കത്തിക്കുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ എല്ലാരും മഞ്ചിരാതാണ് കത്തിക്കുന്നത്. ആ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് പോയി. ഇപ്പൊ മരോട്ടിക്കായും ഇല്ല. ഇപ്പൊ അതൊന്നും ആർക്കും അറിയാനും വയ്യ. എന്നെ പോലെ പ്രായമുള്ളവർക്കൊക്കെ അതൊക്കെ അറിയാവുള്ളൂ. അതൊക്കെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഈ കാർത്തികയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു പുഴുക്കാണ്. ഈ രാവിലെ ഈ കാർത്തിക പുഴുക്ക് ഉണ്ടാക്കി എല്ലാരും കഴിക്കും. അതിന് വേണ്ടി ഞാൻ ഇന്നൊരു കാർത്തിക പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ മാസമല്ല, ഇപ്പോഴല്ലേ കാർത്തിക വരാൻ പോണല്ലേ? അപ്പൊ കാർത്തിക വരാൻ പോകുന്നുള്ളു. അപ്പൊ നിങ്ങളും ഈ പ്രാവശ്യം ഒരു കാർത്തിക പുഴുക്ക് അല്ലെ ഉണ്ടാക്കി നോക്കി. ഇനി കാർത്തികയ്ക്ക് ഉണ്ടായില്ലേ, എപ്പോ ഉണ്ടാക്കിയാലും ഇതിന് രുചിയുണ്ട്. രുചി എന്ന് പറഞ്ഞാൽ കാർത്തിക പുഴുക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് അതിന്. അപ്പൊ നമ്മൾ ഇന്ന് എഴുതണ കാർത്തിക പുഴുക്കിന്റെ സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് കാണാം അല്ലെ. കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? 2 ഏത്തക്കായുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കൂർക്കയെന്ന്, ഇവിടെയൊക്കെ പറയുന്ന കൂർക്കയെന്ന, തെക്കോട്ടൊക്കെ പറഞ്ഞ ചീവക്കിഴങ്ങെന്ന. ഈ ചീവക്കിഴങ്ങ് ഇല്ലാത്ത ഒരു കാർത്തിക ഇല്ല. അപ്പൊ ഇത് മസ്റ്റ് ആണ് അല്ലെ കൂർക്ക. അപ്പൊ ഞാൻ ഈ കൂർക്ക വാങ്ങിച്ചപ്പോ ഒരു കാര്യം സംഭവിച്ചോട്ടെ നിങ്ങൾ. അത് ഞാന് ഇത് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യണല്ലോ. അപ്പൊ ഞാൻ ഏറ്റവും വലുത് നോക്കി എടുത്തോണ്ട് വന്നു. അപ്പൊ അമ്മ പറഞ്ഞു വലുതിന് രുചിയില്ലെന്ന് പറഞ്ഞു. എങ്ങനെയാണോ അമ്മ? രുചി കുറവാന്ന് പറഞ്ഞു. കൂർക്ക എപ്പോഴും ചെറുത് വേണം എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ അറിവില്ലായ്മ കൊണ്ട് വലുതാ. ഞാൻ വിചാരിച്ചു കുഞ്ഞു അമ്മ ഇരുന്ന് എത്ര നേരം കൊണ്ട് ചേരണ്ടണം. അപ്പൊ ഞാൻ വലുത് നോക്കി പിറക്കി എടുത്തു. അപ്പൊ നിങ്ങൾ ഇനി വാങ്ങിക്കുമ്പോ വലുതല്ല ചെറുത് നോക്കണം അല്ലേ. ഈ ചീവക്കിഴങ്ങ് കൃഷി ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഈ കാർത്തിക സമയമൊക്കെ ആകുമ്പോഴേ എല്ലാരും പറിച്ചെടുക്കും. വൃശ്ചികമാസത്തിലാണ് ഇത് പറിക്കുന്നത്. അപ്പൊ ഈ നമുക്കില്ലാത്തവര് ചന്തയിൽ ചെന്ന്, അന്നൊക്കെ ഈ പാട്ടനാടിക്ക് ഇത് അറന്നിരുന്നു, നാടി മേടിക്കും. എന്നാൽ ഇതില്ലാത്ത ഒരു കാർത്തിക ഇല്ല. അങ്ങനെ ഒരു വിശേഷപ്പെട്ട സാധനമാണ് ഈ കൂർക്ക. പിന്നെ നമ്മൾ ഒരു മധുരക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ട്. അത് പറയപ്പെടുന്നത് നമ്മുടെ പറമ്പിലൊക്കെ പണ്ട് മധുരക്കിഴങ്ങ് നമ്മൾ നടുവായിരുന്നു അല്ലെ. അത് ഇങ്ങനത്തെ ചുമന്നതല്ല, വെള്ള മധുരക്കിഴങ്ങ് അല്ലേ. ഇവിടൊക്കെ പറഞ്ഞ മധുരക്കിഴങ്ങ്, തെക്കോട്ടൊക്കെ പറഞ്ഞത് കപ്പക്കിഴങ്ങ് എന്നാ പറയുന്നത്. കപ്പക്കിഴങ്ങ് ആണോ? ഓ, നമ്മുടെ ഇവിടുത്തെ കപ്പ ഇതാണ് കേട്ടോ, കപ്പ. കപ്പക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിനവിടെ എന്തോരം ചീനി. എനിക്കറിയാം. ഇത് കപ്പക്കിഴങ്ങ്, ഇത് ചീനി. പക്ഷേങ്കിൽ നമ്മുടെ ഇവിടെ ഇത് മധുരക്കിഴങ്ങ്, ഇത് കപ്പ. അപ്പൊ കപ്പയൊന്നും ഇത്രയും വേണ്ട, ആവശ്യത്തിന് എടുക്കാം നമുക്ക് അല്ലേ. ഒരെണ്ണം ഉള്ളു അല്ലേ. അത് മതി. ഓക്കെ. പിന്നെ വേണ്ട എന്നമ്മേ? പാണ്ടിച്ചേമ്പ്. അത് നമ്മൾ വാങ്ങിച്ചേട്ടെ. നമുക്ക് കണ്ടിച്ചേമ്പ് ഇതല്ല അല്ലേ മേ? കണ്ടിച്ചേമ്പും പാണ്ടിച്ചേമ്പൊന്നും പറയും. ഒന്നല്ലേ. അപ്പൊ ചേമ്പുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ കാച്ചിൽ, നമ്മുടെ പറമ്പിലെ കാച്ചില നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ നമ്മുടെ കാച്ചിൽ കണ്ടോ. ഈ പ്രാവശ്യം എല്ലാം കുഞ്ഞു കുഞ്ഞു കാച്ചിൽ. എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു പുഴുക്കിനൊക്കെ ഉള്ളത്. ഇത് മറ്റേ ചുമന്ന കാച്ചിലാണോ? അല്ല, ഇത് വെള്ളക്കാച്ചിൽ. പക്ഷെ ഇത് ചുമന്നാണല്ലോ ഇരിക്കണം. ഇങ്ങനെ ചുമന്നിരിക്കും. ചെത്തുമ്പോ വെള്ളയല്ലേ. ഓ, വെള്ള. അപ്പൊ കാച്ചിലുണ്ട്, ചോരക്കാച്ചിലോട്ടിരിക്കുന്നു. അവിടെ ഉണ്ട് അല്ലെ. പക്ഷെ ഇതിന് ചോരക്കാച്ചിൽ ഇടരുത്, മൊത്തത്തിൽ കളർ മാറി. വല്ലാത്ത കളറായി പോകും. അതുകൊണ്ട് വെള്ള വേണം ഇടാൻ. അമ്മ അപ്പൊ ഞാൻ പറയട്ടെ, ഇത്രയും സാധനം മതിയോ അമ്മേനെ? അപ്പൊ ഇത്രയും സാധനമാണ് നമ്മള് ഈ കാർത്തിക ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം, ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ചെത്തി കഴുകിയെടുക്കാം. ചെത്തി കഴുകിയിട്ട് ബാക്കി നമുക്ക് ചേന വേണമെങ്കിൽ ഇടാം. നമുക്ക് ചേന ഇട്ടേക്കാം അല്ലേ. ചേന വേണം നിർബന്ധമൊന്നുമില്ല. ഇല്ല, ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ചേന ഇടാം. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചെത്തി കഴുകിയെടുക്കാം. ഇപ്പൊ എല്ലാം ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ചെത്തി കഴുകിയില്ല, ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടുവാണ്. ഇതിന്റെ അകത്ത് നമ്മളിത് നമ്മുടെ കൂർക്ക മാത്രം ചിരണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ ഇത് കറുത്ത് പോകും അല്ലേ. അപ്പൊ ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ. ഇത് ഇപ്പൊ വെള്ളത്തിലിടുമ്പോ തന്നെ മണ്ണൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ ഓരോന്നും നമ്മളിങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുവാണ്. ചെത്തിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമുക്ക് ഈ കൂർക്കയ്ക്കൊക്കെ ഒരു പഴങ്കഥയുണ്ട്. അപ്പൊ ഈ കൂർക്ക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ, ഉച്ചി കുടുംബനും ചന്തയിൽ പോയി, ചാമ്പക്കുട്ടനും ചന്തയിൽ പോയി, പൊണ്ണുപിടുപ്പനും ചന്തയിൽ പോയി,
വാളാവളത്തിനും ചന്തയിൽ പോയത് പഴഞ്ചൊല്ലല്ലേ കടങ്കഥ ഒന്നും കൂടെ പറഞ്ഞേ. ഉച്ചിക്കുടുംബനും ചന്തയിൽ പോയി, ചാമ്പക്കുട്ടനും ചന്തയിൽ പോയി, പുണ്ണുപിടിപ്പനും ചന്തയിൽ പോയി, വാളാവളത്തിനും ചന്തയിൽ പോയി. എന്നതാന്ന് ചോദിച്ചാൽ എന്നാ പറയണ്ടേ, ഈ ഉച്ചി കുടുംബൻ എന്ന് പറയുന്ന ഈ ചീവക്കിഴങ്ങാണ് ഈ നമ്മുടെ. പക്ഷെ ഇതിനൊക്കെ കുറവാണ് ഇങ്ങനെ ഒരെണ്ണത്തിനുണ്ട് ഇങ്ങനെ നോക്കട്ടെ. നമ്മുടെ നാട്ടിൽ നടുന്ന ഇങ്ങനെ ജട പോലെ ഇരിക്കും, ഇങ്ങനെ ഇങ്ങനെ കുടുമി പോലെ വരും ഇവിടെ അല്ലെ. ഇങ്ങനെ കുടുമി പോലെ വരും അല്ലെ. അത് ഇതിന്റെ പേര് ഉച്ചിക്കുടുംബൻ. പിന്നെ വാളാവളന്തൻ വാളാവളന്തൻ പടവലങ്ങ, ഉണ്ണുപിടിപ്പം പാവയ്ക്ക, ചാമ്പക്കുട്ടൻ അതെനിക്കറിയാം, കുമ്പളങ്ങ അതെനിക്കറിയാം, ചാമ്പക്കുട്ടൻ അങ്ങനെയൊക്കെ ഒരു കഥയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഉള്ളവർക്കൊന്നും ഇതൊന്നും ഇപ്പൊ ഉള്ള പിള്ളേർക്കൊന്നും അറിയാം. അത് ഇതിനപ്പുറത്തുള്ള കടങ്കഥകൾ ഇപ്പൊ പിള്ളേർക്ക് അറിയാം, അത് വേറെ കാര്യം. എന്നാലും ഇപ്പൊ കടങ്കഥ മത്സരമൊക്കെ ഉണ്ടോ സ്കൂളില്? പിന്നെ കടങ്കഥകൾ ഇപ്പൊ എല്ലാ പാഠഭാഗങ്ങളുടെ ഒപ്പം കടങ്കഥ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ കടങ്കഥയൊക്കെ പിള്ളേർക്ക് അറിയാം. പക്ഷെ ഇങ്ങനത്തെ പഴയ കടങ്കഥകളൊക്കെ എനിക്ക് ഒരുപാട് അറിയാം. ആണോ? അതൊക്കെ നമുക്ക് വേറൊരു ദിവസം ആ കടങ്കഥകളൊക്കെ അവതരിപ്പിക്കാം. ഇതെന്താ ഇപ്പൊ ഉച്ചി കുടുംബനെ പോലെയാണല്ലോ ഇരിക്കണം, അങ്ങനെ പറയാം. ഇതിനെന്താ അങ്ങനെ കുടുമി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാനാണെങ്കിൽ. കുടുമിയവരല്ല, ഇതിന്റെ കുടുമി ഇതിന്റെ വേരിന്റെ ഇതിന്റെ മൂട്ടിലല്ല, ഇതിന്റെ ഉച്ചിയില. അതാണ്ട് കാച്ചിലിനൊക്കെ മൂട്ടിലല്ലയോ, ഇതിന്റെ ഏറ്റവും മണ്ടയില്. ഇതിങ്ങനെ അതായത് ഇതിങ്ങനെ അടിയിലേക്കും മുകളിലേക്കാണ് ഇങ്ങനെ വരുന്നത് അല്ലെ. കുടുമി വരുന്നത് കിഴങ്ങിന്റെ അടിയിലേക്കല്ല വരുന്നത്. ഓക്കെ. പക്ഷെ നാട്ടിൽ നമ്മൾ നടുന്നതിന് നല്ലപോലെ മുടി ഇതിന് കുടുമിയുണ്ട്. അതായത് അമ്മയുടെയൊക്കെ പറമ്പിൽ, അമ്മയുടെയൊക്കെ വീട്ടില് ഇങ്ങനെ ഇത് കൃഷി ഉണ്ടായിരുന്നു അല്ലെ, കൂർക്കയൊക്കെ. എന്നുവെച്ചാൽ ഇവർക്ക് ഇങ്ങനെ പാട്ടത്തിന് പറമ്പൊക്കെ എടുത്തിട്ട് ഒത്തിരി സാധനങ്ങൾ നടുവായിരുന്നു. വാഴയും പച്ചക്കറികളും പടവലങ്ങയും എല്ലാം കൃഷി ഫാമിലി ആയിരുന്നു ഇവരെന്ന് പറയാൻ. കൃഷിയായിരുന്നു അല്ലേ അമ്മേ? എന്റെ ആങ്ങളെയൊക്കെ ഒരു വാഴയൊക്കെ അങ്ങ് വെച്ചാൽ വാഴക്കൊലയൊക്കെ ഇനി വെട്ടി ഇറക്കിയതാണ്. ഇയാളീ വിജയം പറഞ്ഞ കേട്ടോ, എന്തോരം രൂപയുടെ വാഴക്കൊല വെട്ടി വിറ്റവന്നവര്. അവരെല്ലാം കണ്ടെത്തി പാട്ടമാണ് കേട്ടോ, പാട്ടത്തിന് നടന്നു. അപ്പൊ അങ്ങനെയാണ് അമ്മയ്ക്ക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട്. ചെറുപ്പം മുതലേ കൃഷിക്കാരായിരുന്നു. അപ്പൊ അതെ, ഇതെല്ലാം നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഇതെല്ലാം ചെത്തി കഴുകാം. അപ്പൊ ചെത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഉച്ചിക്കുടുംബന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പൊ ഞാനാണിത് ഉച്ചിക്കുടുംബനെ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വെള്ളത്തിലിട്ട് കയ്യിൽ കറ പറ്റുമായിരിക്കും. അപ്പൊ നമുക്കെല്ലാം പെട്ടെന്ന് സെറ്റപ്പ് ആക്കാം. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കഷ്ണമാക്കാം. ഇത്രയും കഷ്ണം എടുത്തോളൂ. കപ്പ നമ്മള് മൊത്തം എടുത്തില്ല, പകുതി എടുത്തുള്ളൂ കപ്പയുടെ അല്ലെ. ബാക്കി പകുതി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്രയും മാത്രമേ കപ്പ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും കഷ്ണം കപ്പ കയ്പില്ലാത്ത നല്ല കപ്പയാണ്. നല്ല കപ്പയാ. അപ്പൊ അതുകൂടെ നമ്മൾ ഇതിന്റെ കൂടെ നോക്കിയിടും. ഓക്കെ. നമ്മളിതെല്ലാം ഈ കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ നമ്മളിങ്ങനെ കൊത്തി കൊത്തിയാണ് നുറുക്കുന്നത്. കപ്പ കൊത്തണ പോലെ തന്നെ അല്ലെ. പുഴുക്കിന് നുറുക്കണം അതേ രീതിയിൽ നുറുക്കാം. അപ്പൊ എനിക്കൊരു സംശയമുള്ള ഈ നമ്മുടെ നേന്ത്രക്കായ ഇല്ലേ, അതെങ്ങനെയാ നുറുക്കുന്നത്? അത് അരിയുകയാണ് അല്ലേ? അതൊന്ന് അരിഞ്ഞിടാവോ? നമുക്കൊന്ന് കാണാലോ എങ്ങനെയാന്ന്. കൂർക്കയും 4-5 ആയിട്ടൊക്കെ മുറിച്ചിട്ടാ മതി അല്ലേ? ആ നേന്ത്രക്കായ ഇങ്ങനെ അങ്ങ് അരിഞ്ഞാ മതി അല്ലേ? ഓക്കെ ഓക്കെ. തീരെ ലൈറ്റ് ആയി പോകരുത് അല്ലേ? ബാക്കിയെല്ലാം കൊത്തി നുറുക്കി നമുക്ക് റെഡിയാക്കി. കൂർക്ക എങ്ങനെ ഇടുന്നേ? ഓ, ഇങ്ങനെ കീറിയാ മതി അല്ലേ? ഓക്കെ. നുറുക്കി ഇടുന്ന അങ്ങനെ കീറിയിട്ട് പിന്നെ നുറുക്കി അങ്ങ് ഇടും അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യും, കഷ്ണങ്ങളെല്ലാം ടപ്പേ നമുക്ക് അരിഞ്ഞ് സെറ്റപ്പ് ആക്കാം. കഷ്ണങ്ങളെല്ലാം അങ്ങനെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് കാർത്തികപ്പുഴുക്ക, തിരുവാതിരപ്പുഴുക്ക് വേറെ ഉണ്ട്. അത് ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. കഷ്ണങ്ങളൊക്കെ ഇതാണ്. അതിന് പയറും കടലയും മുതിരയൊക്കെ ഇടും ഈ തിരുവാതിരപ്പുഴുക്കിന്. പക്ഷെ കാർത്തികപ്പുഴുക്കിന് പയറോ കടലയോ മുതിരയോ ഒന്നും ഇടുന്നില്ല. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് വാരി അടുപ്പേ വെക്കാം. അപ്പൊ നമ്മൾ അടുപ്പേ വെക്കാനായിട്ട് ഇപ്പൊ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിൽ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം എന്താ വെച്ചാ, ഒന്ന് കാലാവസ്ഥ മോശമാണ്, അമ്മയ്ക്ക് അധിക സമയം ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ കുക്കറിലേക്ക് മാറ്റി. അപ്പൊ നേരെ കുക്കറിലേക്ക് ഇതെല്ലാം അങ്ങ് വാരിയിടും, ഒന്നിച്ചങ്ങിട്ടാൽ മതി അല്ലേ? അപ്പൊ ഇത് മഴ നന്നായിട്ട് പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അമ്മ പറഞ്ഞ് ഒട്ടും കേൾക്കത്തില്ല. അപ്പൊ നമ്മളിത് അതിൻ്റെ ഒപ്പം തന്നെ അരപ്പും കൂടി അങ്ങ് റെഡിയാക്കാൻ പോകും. അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്ന ജീരകമാണ് അല്ലേ? ഇത്രയും ജീരകം ഇത് ചായച്ചെടുക്കണം അല്ലേ മേ? മിക്സിയിൽ ഇത് ഇങ്ങനെ തേങ്ങയും നമ്മുടെ ജീരകവും വെളുത്തുള്ളിയുടെ ജസ്റ്റ് നമ്മളൊന്ന് കറക്കിയെടുത്തു. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് കറക്കിയെടുക്കാൻ പോവാണ് കേട്ടോ.
അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അരപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇത് കുക്കറിന്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യുന്നത്? ഉപ്പിടാം. മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇത്രയും മഞ്ഞൾപ്പൊടി മതി. ഓക്കെ. കാന്താരി വേണമെന്നവർക്ക് അടയ്ക്കാം. പക്ഷെ എനിക്ക് കാന്താരി അരക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് കാന്താരി ഇല്ല അല്ലേ? അരച്ചില്ല. നമ്മള് വറ്റൽമുളകാണ്. അപ്പൊ എനിക്ക് വയറൊക്കെ പുകയുന്നോണ്ടേ ഓക്കെ, അതുകൊണ്ട് നമ്മൾ കാന്താരി മാറ്റി. അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കാന്താരി അരയ്ക്കാം. രുചി കൂടുതലേ അതിനാണല്ലേ. പക്ഷെ എന്നാലും നമ്മളിത് നമ്മുടെ സാധാ മുളക് പൊടി കിട്ടുന്നുണ്ട്. ഇവിടെ കാര്യം പറഞ്ഞാൽ കാന്താരിയും നമ്മുടെ നാഗാമിർച്ചിയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ഇടുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കാം. ഒഴിക്കട്ടെ. നമ്മൾ അരപ്പും കൂടെ അങ്ങ് ഇടുവായതുകൊണ്ട് നമ്മൾ അരപ്പൂടെ അങ്ങ് ഇടുക. അല്ലെങ്കിൽ നമ്മള് സാധാരണ ഇല വെക്കണമെങ്കിൽ നമ്മളൊന്ന് വെന്തതിന് ശേഷം ഇളക്കി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ അരപ്പ് വെച്ചാൽ മതി. ഇതിപ്പോ ഈ മഴക്കാലം ആയതുകൊണ്ടാണ് നമ്മള് നമുക്ക് ചെയ്യാൻ അമ്മയ്ക്ക് ഇരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുക്കറിലേക്ക് മാറ്റി. ഈ അരപ്പെല്ലാം മുകളിൽ ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് കറിവേപ്പില അല്ലാണ്ട് ഫുള്ളായിട്ടും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ കറിവേപ്പില അരച്ചും ചേർന്നു, പിന്നെ കുറച്ച് ഫുൾ കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് കുക്കർ അടച്ച് നമുക്ക് അടുപ്പയിൽ വെച്ച് ഇത് ഒരു 2 വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് ഉടനെ നമ്മൾ ഇതിന്റെ എയർ ഒന്നും കുത്തി കളയുന്നില്ല. കുറച്ച് സമയം അവിടെ റെസ്റ്റിൽ വെച്ചതിന് ശേഷം പിന്നീടാണ് നമ്മൾ ഇത് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പുഴുക്കന്റെ എല്ലാം വെന്തിരിക്കുവാണ്. അത് നമുക്കത് ഈ ഉരുളിയിലോട്ടൊന്ന് കുടഞ്ഞിടാം. കുക്കറിൽ നമുക്ക് കുടഞ്ഞിട്ട് ഇളക്കാം. അപ്പഴേ നമ്മൾ മൊത്തം നമ്മൾ ഉരുളിയിലേക്ക് ഇങ്ങനെ അങ്ങ് കുടഞ്ഞിട്ട് കേട്ടോ പാത്രത്തിൽ നിന്ന് കുക്കറിന്റെ അകത്ത്. പച്ച വെളിച്ചെണ്ണ വേണം അല്ലേ? അത് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തൂകി കൊടുക്കുവാണ്. പുഴുക്കിനൊക്കെ നമുക്ക് ഒരു പച്ച വെളിച്ചെണ്ണ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? തന്നെ ഒരു മണവും രുചിയും ഒക്കെ കണ്ടില്ലേ? കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മള് കാന്താരിമുളക് ഇടുന്നതിനേക്കാളും കാന്താരിമുളക് ഇട്ട് വെളുത്തിരിക്കുന്നതിനേക്കാളും നല്ലത് ചുമന്ന കളറാണെന്ന് എനിക്ക് തോന്നുന്നു. കാണാൻ ഭംഗി അല്ലേ? ഇപ്പൊ കിട്ടുന്ന ഒരു ഭംഗിയല്ല മറ്റേ വെളുത്തിരിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീൽ ആയിരിക്കും. പക്ഷെ കാന്താരി ഇഷ്ടമുള്ളവർക്ക് അത് നല്ല. പക്ഷെ ഒരു കാര്യം, ഇത് മൊത്തം അങ്ങ് ചുമന്നല്ല ഇരിക്കുന്നത്. ഒരു മഞ്ഞയും ഒരു ഗോൾഡ് പോലത്തെ അല്ലെ? ഒത്തിരി ചുവപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഈ കളറിന്. അപ്പൊ ഇതിപ്പോ ഇളക്കുമ്പോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് 2 പച്ചക്കറിവേപ്പില കൂടി ഇട്ടങ്ങോട്ട് ഇളക്കാം. അപ്പൊ കറിവേപ്പിലയുടെ ഒരു മണവും കൂടി അങ്ങ് കിട്ടും അല്ലേ? ആവിയരുന്നുണ്ട് അതിന്റെ കറിവേപ്പിലയുടെ. ഒത്തിരി ഇളങ്ങി കുഴയരുത്. അപ്പൊ ഇത് ഇളക്കുന്നത് കണ്ടോ? നമ്മുടെ തവിക്കണ കൊണ്ടാണ് കേട്ടോ ഇളക്കുന്നത്. നമ്മുടെ തവിയുടെ കുട കൊണ്ടല്ല ഇളക്കുന്നത്, മറിച്ച് തവിയുടെ കണ കൊണ്ട് ഇളക്കുന്നത്. അപ്പൊ നമ്മുടെ പുഴുക്ക് ഏതാണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത്രയും മതി ഇല്ലമ്മേ? ഇത്രയും ഇളകിയാൽ മതി, അല്ലെങ്കിൽ ഇത്രയും കുഴഞ്ഞാൽ മതി. ഒത്തിരി കുഴഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് വേവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? കൂട്ടി വെക്കണം അല്ലേ? എല്ലാ രുചിയും കൂടി ഇപ്പൊ ഒന്ന് ഒന്നിച്ചാകാൻ വേണ്ടിട്ട് അല്ലേ? അപ്പൊ പുഴുക്ക് നമ്മൾ ഈ പാത്രത്തിൽ അടിച്ചിട്ട് എടുക്കുവാണ്. ഇത് നമ്മൾ ഈ കാർത്തിക ദിവസം ഉണ്ടല്ലോ, രാവിലെ ഇതുപോലെ കുറെ പുഴുക്കുണ്ടാക്കും. നമുക്ക് ഇഷ്ടം പോലെ വിരുന്നുകാർ വരും. പറമ്പിലെ സാധനങ്ങളുണ്ട്. അപ്പൊ വിരുന്നുകാർ വരുമ്പോ രാവിലെ ഇത് അവർ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ പുഴുക്ക് കൊടുക്കും. അവർക്കൊക്കെ കാർത്തിക പുഴുക്ക് തിന്നാനായിട്ട് വരുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ കാർത്തിക പുഴുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇച്ചിരി കഴിച്ചു നോക്കാം. അതിന്റെ ഉപ്പും ഒക്കെ എരിവും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ഉള്ളത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ പുഴുക്ക് സെറ്റപ്പായി. അപ്പൊ അമ്മ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, അമ്മയുടെ വീട്ടുകാര് അച്ഛന്റെ വീട്ടുകാർ എല്ലാരും കാർത്തിക നാളിൽ വരുമ്പോ ഇതിങ്ങനെ എല്ലാവർക്കും പുഴുക്കുണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന എടുത്തെടുത്ത് കൊടുത്ത് കൊടുക്കും. എല്ലാരും കഴിക്കും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മളുടെ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്ത സാധനങ്ങൾ വെച്ചല്ലേ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതും വലിയൊരു സന്തോഷം അല്ലെ? നമ്മൾ നട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ സാധനം നമ്മൾ ഒരാൾക്ക് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു രസവും സുഖവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ കിട്ടത്തില്ല അല്ലെ? അപ്പൊ നമ്മുടെ സമൃദ്ധിയുടെ ആഘോഷവും കൂടിയാണ് എന്ത് കാർത്തിക എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അപ്പൊ നമ്മുടെ പുഴുക്ക് ഇതാണ്. ചൂടുണ്ട് അല്ലേ? പുഴുക്കെടുത്തു. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല വിചാരിക്കുന്ന രീതിയിൽ. അപ്പൊ ഇത്രയൊന്ന് കഴിച്ചു നോക്കാം. നല്ലതാണ്, നല്ല രുചിയുണ്ട്. എല്ലാം കൂടെ ഉള്ള അപ്പൊ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഇത്. കാച്ചിലും ചേനയും ചേമ്പും എല്ലാം കൂടെ ചേരുമ്പോ ചേന നമ്മൾ ഇട്ടില്ല, പക്ഷെ വേണമെങ്കിൽ ഇടാം അല്ലെ? വേറെ കാര്യം ഇത് വെച്ച് ചോറ് കഞ്ഞി കുടിക്കാനും നല്ലല്ലോ. ഇത് കഞ്ഞി കുടിക്കാനായിട്ട് അല്ലേ? പക്ഷെ ഇതിലൊക്കെ നല്ല കടിഞ്ചായയും
ഇതും കൂടെ കഴിക്കാം. വൈകിട്ടത്തെ ചായക്കുള്ള ഒരു പലഹാരം പോലെ. ഇപ്പൊ രാത്രിയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഞ്ഞി ഇതും കൂടെ കുടിക്കാനും നല്ലതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ കാർത്തികപ്പുഴുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും ഒക്കെ എല്ലാവരും ചെയ്യണം. അതൊക്കെ പറഞ്ഞോണ്ട് നിർത്തുന്നുണ്ട്. പിന്നെ അപ്പൊ നമ്മൾ നേരെ കാർത്തികപ്പുഴുക്ക് കഴിക്കാനായിട്ട് കാർത്തികപ്പുഴുക്ക് കഴിക്കാൻ പോകുന്നു. കുറച്ച് ഇരിക്കുന്നു. അടുത്ത് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവരുന്നത് നിങ്ങൾക്കും തരായിരുന്നു അല്ലെ. അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.